അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം നിർത്തിയെടുത്ത് വെച്ച് തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ അമ്മമ്മേനെ അമ്മച്ചനും കാണാൻ പോവാണ്. ബസ് പോകുക എന്നുള്ള പേടി കാരണം ഞങ്ങൾ വെള്ളിമൂങ്ങ പിടിച്ചാണ് വന്നത്. കാരണം ഒരു ബസ് പോയി കഴിഞ്ഞാൽ അടുത്ത ബസ്സിന് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ബിക്കോസ് ഞങ്ങളുടേതൊരു ഉൾപ്രദേശമാണ്. ചേച്ചി പറഞ്ഞു നമുക്ക് ഹൈപ്പർ സിറ്റി പോകാൻ. അതുകൊണ്ട് ഞങ്ങൾ നേരെ മാനന്തവാടിക്ക് പോയി ഒരു ബത്തേരി ബസ് കയറി. ബസ് ആണെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറം കൊണ്ട് നിർത്തി. അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ ഹൈപ്പർ സിറ്റിയിലെത്തി. ബ്യൂട്ടി പ്രൊഡക്ട്സ് കാണുമ്പോൾ പെമ്പിള്ളേരിൽ ഉണരുന്ന നാഗവല്ലിനെ ഞാൻ എൻ്റെ ചേച്ചിയിലും കണ്ടു. ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ ഓഫർ ഉണ്ടെന്ന് കണ്ടെന്നും പറഞ്ഞാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. വന്നപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഓഫർ ഒന്നും ഇല്ലായിരുന്നു. ഏത് സോപ്പാണ് ലാഭം എന്ന് അളന്ന് നോക്കുകയാണ് ചേച്ചി. ഓഫർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഷവർമ എല്ലാം കഴിക്കാന്നും പറഞ്ഞ് ഞങ്ങൾ റാന്തലിൽ കയറി. അവിടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. അൽഫാം എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഹാഫ് മന്തി കൊണ്ട് തന്നതിന്റെ എക്സ്പ്രഷനാണ് ഇത്. അൽഫാമിന്റെ കൂടെ കഴിക്കാൻ കുബൂസോ റൊട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് തന്നെ കഴിച്ചു. അപ്പോഴാണ് അമ്മ ജോലി ചെയ്യുന്ന അഗതി മന്ദിരത്തിലോട്ട് വാന്നും പറഞ്ഞ് അമ്മ വിളിച്ചത്. പുറത്തിറങ്ങിയ ചേച്ചിക്ക് വയ്യായി. ബാഗിന് കൊടുക്കത്ത് വെയിറ്റ് ആയതുകൊണ്ട് അവിടെ കുറച്ച് ബേക്കറി മേടിച്ചപ്പോൾ അവിടെ തന്നെ ഞങ്ങളുടെ ബാഗും വെച്ചു. ഒരു ഓട്ടോ പോലും ആ പരിസരത്ത് എങ്ങും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നടന്നു വരേണ്ടി വന്നു. കയ്യിലൊരു കുടയും കൊണ്ട് ആടിപ്പാടി വന്നപ്പോൾ നല്ല മഴക്കാറ്. അങ്ങനെ ഞങ്ങൾ അഗതി മന്ദിരത്തിലെത്തി. അമ്മനൊക്കെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ഒടുക്കത്തെ മഴ. അതുകൊണ്ട് അമ്മയുടെ കുടയും കൊണ്ടാണ് ഞാൻ വന്നത്. ഓട്ടോ ഒന്നും കാണാത്തോണ്ട് തിരിച്ച് ഞങ്ങൾക്ക് നടന്നു വരേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ ബസ് കയറി വെൺമണി എത്തി. ഇതാണ് ഞങ്ങളുടെ ദേവസേട്ടൻ. എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങൾ എപ്പോൾ കണ്ടാലും മിഠായി തരും. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി അമ്മമ്മേനെ അമ്മച്ചനെയും കണ്ടു. അമ്മച്ചൻ നല്ല ഉറക്കമായിരുന്നു. ഫോട്ടോ എടുക്കുമെന്ന് കരുതിയാണ് അമ്മമ്മ ഇങ്ങനെ നിൽക്കുന്നത്. ഇനി റെസ്റ്റ് എടുത്തിട്ടുള്ളൂ ബാക്കി എന്തും. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ.